വടകര പോലീസ് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസറായ സുമേഷ് ഇ.കെയുടെ ആദ്യ കഥാസമാഹാരം ചെകുത്താൻ പറമ്പ് പ്രകാശനം ചെയ്തു. വടകര സാംസ്കാരിക ചത്വരത്തിൽ വെച്ച് നടന്ന പരിപാടി ജില്ലാ പോലീസ് മേധാവി കെ.ഇ. ബൈജു നിർവഹിച്ചു. ഒരു വ്യക്തിയുടെ സ്വഭാവ രൂപീകരണത്തിൽ വായനയുടെ പങ്ക് വളരെ വലുതാണെന്ന് ജില്ലാ പോലീസ് മേധാവി കെ.ഇ. ബൈജു പറഞ്ഞു. വടകര പോലീസ് സ്റ്റേഷനിൽ സിവിൽ പോലീസ് ഓഫീസറായ സുമേഷ് ഇ.കെയുടെ ആദ്യ കഥാസമാഹാരം ചെകുത്താൻ പറമ്പ് പ്രകാശന കർമ്മം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പോലീസുകാരൻ എഴുതിയ പുസ്തകം പ്രകാശനം ചെയ്യുന്നതിൽ ഏറെ അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. പ്രശസ്ത സാഹിത്യകാരൻ വി.ആർ. സുധീഷിന് നൽകിക്കൊണ്ട് ജില്ലാ പോലീസ് മേധാവി കെ.ഇ. ബൈജു പുസ്തക പ്രകാശനം നിർവഹിച്ചു. രാജീവിനെ കുറിച്ച് പറഞ്ഞു. നാട്ടുപുറത്തുള്ള ഗ്രന്ഥശാല, തീർച്ചയായിട്ടും ഗ്രന്ഥശാലകൾ എല്ലാ നാട്ടിലുമുണ്ട്. അത് നമ്മൾ വേണ്ടവിധം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് എല്ലാവരുടെയും അനുഭവം. ഞങ്ങളുടെ എയർ ക്യാമ്പിൽ ഞങ്ങൾക്കൊരു പുസ്തകശാലയുണ്ട്. ഞാൻ ആദ്യം വന്ന സമയത്ത് 3000-ഓളം പുസ്തകം ഉണ്ടെന്നൊക്കെ വീപ്പിളക്കി. സുനിൽ തന്നെയാണ് വീപ്പിളക്കി എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, കോഴിക്കോട് നമ്മുടെ ജ്ഞാനപീഠം കിട്ടിയ ആളുകൾ ആരൊക്കെയുണ്ട് എന്ന് ചോദിച്ചപ്പോ നമ്മുടെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് 4-5 പേർക്ക് അറിയാം, ബാക്കി ആൾക്കാർക്ക് അറിയില്ല. ഇവിടെ സൂചിപ്പിച്ചു MTയെ കുറിച്ചിട്ട്. അപ്പൊ അദ്ദേഹം എഴുതിയ ബുക്ക് വായിച്ചിട്ടുള്ള ആളുകൾ എത്ര ആളുകളുണ്ട് എന്ന് ചോദിച്ചപ്പോ അതിനും 3-4 ആളുകളേ ഉള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും ഇവിടെ സുമേഷിനെ പറ്റി നമ്മൾ പറഞ്ഞു. ഇപ്പൊ എല്ലാവർക്കും അതിനുള്ള സാഹചര്യങ്ങളുണ്ട്. നമ്മുടെ കഥാകാരൻ സുധീഷിനെ കുറിച്ച് പറഞ്ഞു, അദ്ദേഹം ഇവിടെ വേദിയിലുണ്ട്. അപ്പൊ നമ്മുടെ നാട്ടിലുള്ള ആളുകൾ എഴുതുന്ന ബുക്കുകൾ പോലും വായിക്കാം നമ്മൾ ആരും തന്നെ മെനക്കിടുന്നില്ല എന്നുള്ളതാണ് നമ്മൾ കാണേണ്ട കാഴ്ച. അപ്പൊ തീർച്ചയായിട്ടും ആ ഒരു നമ്മുടെ കാഴ്ചപ്പാട് മാറിയേ പറ്റൂ. തീർച്ചയായിട്ടും മാറിയാൽ മാത്രമേ ഉള്ളൂ നമ്മളുടെ സമൂഹത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മൂല്യച്യുതി എന്ന് തന്നെ പറയാവുന്ന കാര്യങ്ങൾ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയൂ എന്ന് സുനിൽ തുഷാര സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ വടകര ഡിവൈഎസ്പി സനിൽകുമാർ കെ അധ്യക്ഷത വഹിച്ചു. മുരളീധരൻ കെ, ബിജുൽ കുമാർ, രഞ്ജിത്ത് M.K, ദീപ PM, വി ഏലിയാസ, രാജീവ് കുമാർ PG തുടങ്ങിയവർ സംസാരിച്ചു. സുമേഷ് ഇ.കെ മറുമൊഴി പ്രസംഗം നടത്തി.